ബാച്ച് ആണ്. ഓക്കെ, അത് ശരിയായ അർത്ഥത്തിൽ അത് തന്നെയാണ് ഹിസ്റ്ററി മേക്കിംഗ് ബാച്ച്. ഞാൻ നല്ല അർത്ഥത്തിലാണ് കാണുന്നത്, അവർ അർത്ഥത്തിലാണ് കണ്ടിരിക്കുന്നത്. പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, പലപ്പോഴും ബാങ്കുകൾ വെച്ചിട്ട് ഞാൻ റിമൂവ് ചെയ്യിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം പിന്നെയും ഒരു ഹിസ്റ്ററി മേക്കിംഗ് ബാച്ച് എന്ന് വീണ്ടും ആ സെന്റൻസ് ആ വേർഡ് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ശരിക്കും ഹിസ്റ്ററി മേക്കിംഗ് ബാച്ചാണ്. കാരണം ഇപ്പം പല 6 ആ ബാച്ചുകൾ 10th കഴിഞ്ഞു പോയി. ഇവര് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടുവിന്റെ സെക്കൻഡ് ബാച്ചാണ്. വളരെ എനിക്ക് തോന്നുന്നു ഇതുവരെയായിട്ടും കാണിക്കാത്ത ഒരു സ്നേഹവും ആത്മാർത്ഥതയും ഒക്കെ ഈ കുട്ടികൾ നമ്മളോട് കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റുഡൻറ് ഇപ്പോഴും ആണ്, കാരണം ഡി സി എടുത്തില്ല. സ്റ്റുഡൻസ് ആയിരുന്നപ്പോൾ അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അത് അവരുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒരു പ്രായം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. എന്നല്ലേ ഞാൻ പറഞ്ഞു, ഓരോ കാര്യങ്ങളും ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അല്ലെ എന്ന് ചോദ്യമുണ്ടായി. അവരാരും കാണിക്കാത്തൊരാഗ്രഹം പ്രത്യേകിച്ച് എന്നെ സ്വാധീനിച്ചത് ഈ പലരും എൻട്രൻസ് കോച്ചിങ്ങിനും എക്സാം കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ് കാര്യങ്ങളിലൊക്കെ പോയിരിക്കുകയാണ്. ഒരുമിച്ച് അവിടെ കിട്ടാൻ പ്രയാസമായിരുന്നു. എങ്കിലും ഇവർ വന്ന് ഹാരിസിന്റെ നേതൃത്വത്തിൽ, പ്രത്യേകം അവരുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്, വന്ന് ആരുടെയും പേര് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കേട്ടോ. ഗേൾസിൽ ഇരിക്കുന്നവരെല്ലാം സഹകരിച്ചവരാണ്. ഇവിടെ നിൽക്കുന്ന കുട്ടികൾ 39 കുട്ടികളുണ്ടെങ്കിൽ ഏതാനും വിരലിനകത്ത് കുട്ടികളുടെ സഹകരണം മാത്രം വെച്ചുകൊണ്ട് അവര് ഒന്ന് വളരെ ആത്മാർത്ഥതയോട് കൂടി അവരുടെ ആഗ്രഹം, അതായത് നമ്മളെ ഇപ്പോഴത്തെ പ്രസന്റ് ടീച്ചേഴ്സിനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതല്ല, കഴിഞ്ഞു പോയവരെ ഓർക്കുക, അവർക്കൊരു വാക്ക് നന്ദി പറയുക, അവരെ ഒന്ന് കാണുക, അവരെ സ്ഥാനത്തിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരിക എന്നുള്ളൊരു ആഗ്രഹം പങ്കുവെച്ചപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ മറ്റു സമയം ആലോചിക്കട്ടെ, ഇവമാരല്ലേ, അതുകൊണ്ട് ചില ആലോചിക്കാതെ ചിലപ്പോൾ നമുക്ക് ടൈമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വൈകുന്നേരം ആവുമ്പോഴത്തേനും മറുപടി പറയാമെന്ന് പറഞ്ഞു. അവര് മറുപടി എനിക്ക് അവരുടെ ആ ഇന്റൻഷൻ നല്ലതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ വിവാദം കൊടുക്കുകയും ചെയ്തത്. അപ്പം അവര് ആ പഴയ എല്ലാവരുടെ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയത് ഇവര് നെയിംസ് ഒന്നും കുറിക്കാതെ പറഞ്ഞത്. എന്നിട്ട് ചോടയാണെങ്കിൽ പേരൊക്കെ പറയാതെ പറഞ്ഞു. അപ്പോഴത്തേനും അവര് പ്രിൻസിപ്പൾസ്, ഇവിടുന്ന് കടന്നുപോയ ടീച്ചേഴ്സ്, നോൺ സ്റ്റാഫ്, എല്ലാവരുടെ പേര് തന്നെ പഠിച്ചവരുടെ പേര് പറയുക. അപ്പം അവരുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. എല്ലാവരും അവരെ പഠിപ്പിച്ച് കടന്നുപോയ അവർക്ക് ആരുടെയൊക്കെ സേവനം ലഭിച്ചോ അവരെല്ലാവരുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം അവരുടെ ഈ നല്ല മനസ്സിനെ വളരെയധികം അംഗീകരിക്കുവാനും അഭിനന്ദിക്കുവാനും അവരുടെ സ്നേഹത്തിൽ നന്ദി പറയുവാനുമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഈ സാഹചര്യം ഈ അവസരം വിനിയോഗിക്കുകയാണ്.